Hi everybody, how are you? Welcome to our Hindi class. In the last class we have discussed about third chapter. I think third chapter is completed, Dadi Aur Pota. All of you study well that chapter. Yes, now we are going to start fourth chapter, new chapter. माम ने सुझाई राह. माम ने सुझाई राह, chapter number 4. All of you open page number 23. Okay, are you ready? Yes. മാം ने സുझായി രാഹ് means അമ്മ കാണിച്ചു തന്ന വഴിയെന്ന, അമ്മ നിർദ്ദേശിച്ച വഴി. कठिनाइयों और अभावों के बावजूद लेखिका अपनी दृढ़ इच्छा शक्ति से अपनी माँ द्वारा सुझाए गए रास्ते पर चलती रही. परिस्थितियों ने उसके धैर्य और साहस की कई बार परीक्षा ली, पर उसने कभी हार नहीं मानी. कठिनाइयों और अभावों के बावजूद ഡിഫിക്കൽട്ടി ആൻഡ് ഷോർട്ടേജസ്, എന്താ കഠിനായി പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, അഭാവം പറഞ്ഞാൽ ഇല്ലായ്മ, ബാവജൂദ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് റൈറ്റർ അപ്പനി ദൃഢ ഇച്ഛാശക്തി സെ, ലേഖിക തൻ്റെ ഉറച്ച ഇച്ഛാശക്തി വിൽ പവർ, അപ്പനി മാം ദ്വാര തൻ്റെ ഉറച്ച വിൽ പവറും മാത്രമല്ല അമ്മ നിർദ്ദേശിച്ച, അമ്മ സുജായി എന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്ത രാസ്തേപ്പർ വഴിയിലൂടെ ചൽത്തി രഹി നടന്നു. അപ്പോൾ ഇല്ലായ്മയിലും കഷ്ടപ്പാടിലും എന്ത് ചെയ്തു റൈറ്റർ, ലേഖിക തൻ്റെ വിൽ പവർ കൊണ്ട് തൻ്റെ അമ്മ സജസ്റ്റ് ചെയ്ത വഴിയിലൂടെ നടന്നു. പരിസ്ഥിതിയോനെ ഉസ്കെ ധൈര്യ और साहस की कई बार परीक्षा ली. എന്താണ് സർക്കംസ്റ്റാൻസസ്, അതായത് സാഹചര്യം അവരെ എന്ത് ചെയ്തു, ധൈര്യത്തെയും അവരുടെ ധൈര്യത്തെ ഒരുപാട്, സാഹസം ധൈര്യത്തെയും അതുപോലെ ഒരുപാട് പരീക്ഷിച്ചു. അത് അവരുടെ ധൈര്യത്തെ, വിൽ പവറിനെ ഒരുപാട് പരീക്ഷിച്ചു സാഹചര്യങ്ങളെ. പറുസ്നെ കബി ഹാർ നഹി മാനി, എന്നിട്ടും അവരെന്ത് ചെയ്തില്ല, തോറ്റ് പിന്മാറിയില്ല. അതാ പറയുന്നത്, ബുദ്ധിമുട്ടുകളായാലും കഷ്ടപ്പാടുകളായാലും എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ വിഷമങ്ങളുണ്ടാവും. ആ വിഷമങ്ങളെയൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട്, ബുദ്ധി കൊണ്ട്, നമ്മുടെ സഹനശക്തി കൊണ്ട് നേരിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം നേടാൻ സാധിക്കും, ഒരു സംശയമില്ല. അത് തന്നെയാണ് ഇവിടെ ലേഖികക്കും സംഭവിച്ചത്. അവർ ഒരുപാട് കഷ്ടതകളിലായിരുന്നു, ഇല്ലായ്മകളിലായിരുന്നു, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും അമ്മ തൻ്റെ ശക്തമായ വിൽ പവറും അതുപോലെ തന്നെ അമ്മ നിർദ്ദേശിച്ച വഴിയും അവരെ ഇന്നത്തെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചു. എപ്പോഴും ശ്രദ്ധിക്കുക, മാതൃഭക്തി അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഏത് വലിയ ആളുകളുടെ കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിലൊക്കെ നമ്മൾ പറയാറുള്ള കാര്യമാണ് മാതൃഭക്തി. എപ്പോഴും നമ്മൾ സ്നേഹിക്കണം. എന്നും ഏത് നിലയിൽ നമ്മൾ, ഏത് ഉയർച്ചയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും അമ്മയോടുള്ള സ്നേഹം, പാരൻസിനോടുള്ള സ്നേഹം നമ്മൾ മുറുകെ പിടിക്കണം. ഏ പാട് സിഖാത്താ ഹേ ദ ലെസൺ ടീച്ചേഴ്സ്, എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? സംഘർഷ് കർത്തേ രഹ്ന, എന്താണ് കീപ് സ്ട്രഗ്ലിങ്സ്, ഏത് നേടാനുള്ളൊരു ശക്തി. പിന്നെയോ ഹതോത്സാഹദിന ഹോന, ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്, ധൈര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, നഷ്ടപ്പെടുത്താതിരിക്കുക. കഠിനായിയോമ വികൽപ്പ് ഖോജന, ഡിഫിക്കൽട്ടി ഫൈൻഡിങ് ഓപ്ഷൻസ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും, അതിൽ നമ്മൾ നല്ല ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. കിസി കാം കോ ചോട്ടാന സമജിന, ഡു നോട്ട് ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻഡ്, ഒന്നിനെയും നമ്മൾ സിമ്പിളായിട്ട് കാണാതിരിക്കുക. എല്ലാത്തിനെയും അതിൻ്റേതായ വില നൽകുക, അതിൻ്റേതായ ആ ഒരു കഴിവ് അതിന് നൽകുക. സാകാരാത്മക സോച്ച് രഖ്ന, തിങ്ക് പോസിറ്റീവ്ലി, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിശ്ചയ പർ ദൃഢ രഹ്ന, നിശ്ചയം, എന്താണോ നമ്മൾ തീരുമാനിച്ചത് അതിൽ ഉറച്ചു നിൽക്കുക. എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പം നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക, എടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അത് വലിയൊരു കാര്യമാണ്, ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ലെസണിൽ നിന്നും
പഠിക്കാൻ സാധിക്കും. ലേഖിക തൻ്റെ കഥയാണ് ഇതിൽ പറയുന്നത്, ശ്രദ്ധിക്കാം. 5 बहनों में मैं चौथी हूँ. मेरे माता पिता बहुत सीधे सरल और अनपढ़ थे. पहले मेरे पिताजी की दिल्ली में नई सड़क पर जूतों की दुकान थी. बाद में पिताजी आज़ाद हिंद फौज में भर्ती होकर 4 वर्ष के लिए बर्मा चले गए. 5 बहनों में मैं चौथी हूँ. 5 സഹോദരിമാരിൽ ഞാൻ നാലാമതായിരുന്നു. ഐ ആം ദ 4th ഓഫ് ദ 5 സിസ്റ്റേഴ്സ്. ഞാൻ നാലാമത്തതായിരുന്നു 5 സഹോദരിമാരിൽ, അല്ലേ? സിസ്റ്റേഴ്സിൽ നാലാമത്തെ ആയിരുന്നു. മേരെ മാതാപിതാ ബഹുത് സീധേ സരൾ ഔർ അൻപഡ് ഥേ. എൻ്റെ മാതാപിതാക്കൾ എന്താണ്, സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരുന്നു, പക്ഷേ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, പഠിക്കാത്തവരായിരുന്നു, പക്ഷേ തുറന്ന ചിന്താഗതിക്കാരായിരുന്നു. പെഹ്ലെ മേരെ പിതാജിക്ക് ദില്ലി മേ നയി സടക്ക് പർ ജൂത്തോം കി ദുക്കാൻ ഥി. ആദ്യം എൻ്റെ ഫാദറിനെ ഡൽഹിയിലെ ന്യൂ റോഡിലെ ജൂത്തോം കി ദുക്കാൻ, ഷൂസ് ഷോപ്പായിരുന്നു, ഷൂസിൻ്റെ ഷോപ്പായിരുന്നു, ഷൂസ് ഷോപ്പ്. बाद में पिताजी आज़ाद हिंद फौज में भर्ती होकर 4 वर्ष के लिए ബർമ, അതായത് മ്യാൻമറിലേക്ക് പോയി. ശേഷം പിതാജി ആസാദ് ഹിന്ദ് ഫൗജ് ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് ഞങ്ങളെന്ത് ചെയ്തു, 4 വർഷത്തിന് വേണ്ടി ബർമയിലേക്ക് പോയി, മ്യാൻമറിലേക്ക് പോയി. അപ്പോൾ ആദ്യം എൻ്റെ അച്ഛന് ഷൂവിൻ്റെ ഷോപ്പായിരുന്നു. അതിനുശേഷം എവിടെ, ആസാദ് ഹിന്ദ് ഫൗജിൽ ഞങ്ങൾക്ക് ആർമിയിൽ ജോയിൻ ചെയ്തിട്ട് 4 വർഷത്തേക്ക് മ്യാൻമറിലേക്ക് പോയി. लिसन, सेकंड पैराग्राफ. अचानक पिताजी की आंखों की रोशनी चली जाने से हमारे परिवार पर मुसीबतों का पहाड़ टूट पड़ा. परिवार में मैं, छोटा भाई, छोटी बहन और माँ. मैं बेझिझक अपने भाई के चप्पल कारखाने में चप्पल बनाने का काम करने लगी. लोग मुझे चमड़ा काटने देख बहुत आश्चर्यचकित होते थे. चप्पल बनाने का कार्य तो अस्थायी था, मेरी मंजिल तो कुछ और ही थी. അങ്ങനെ അച്ചാനക് പിതാജിക്ക് ആംഖോം കി റോഷ്നി ചലി, പെട്ടെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ജാനെ സെ ഹമാരെ പരിവാർ പർ മുസീബത്തോം കാ പഹാഡ് ടൂട്ട് പടാ, അത് നഷ്ടപ്പെട്ടതോടുകൂടി ഹമാരെ പരിവാർ പർ, ഞങ്ങളുടെ ഫാമിലിയിലെ മുസീബത്തോം കാ പഹാഡ് എന്താ, മൗണ്ടെയിൻസ് ഓഫ് ട്രബിൾ, എന്താ മല പോലുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാട് അത്രയും അധികം, ടൂട്ട് പടാ അതൊക്കെ അങ്ങ് പൊട്ടിപ്പോയി. എന്താ അതിൻ്റെ അർത്ഥം, ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി. പരിവാർ മേ, ഇൻ ദ ഫാമിലി, മേം ഞാൻ, ചോട്ടി ഭായ് യങ്ങർ ബ്രദർ, ചോട്ടി ബഹൻ യങ്ങർ സിസ്റ്റർ, ഔർ മാം, അവർ മാത്രമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ. ഞാനും ചെറിയ സഹോദരിയും പിന്നെയോ ചെറിയ സഹോദരനും ഔർ മാം. मैं बेझिझक अपने भाई के चप्पल कारखाने में चप्पल बनाने का काम करने लगी. ഞാൻ എൻ്റെ ബേച്ചിച്ചക്ക്, ഫീൽ ഫ്രീ, ഒരു പേടിയും കൂടാതെ, ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയുമില്ലാതെ, ബേച്ചിച്ചക്ക് പറഞ്ഞാൽ ഫീൽ ഫ്രീ, അതായത് ഒരു ലജ്ജ കൂടാതെ. പിന്നെ ഭായിക്ക് ചപ്പൽ കാർഖാനമേ, എൻ്റെ സഹോദരൻ്റെ ചപ്പൽ ഫാക്ടറിയിൽ, ചെരുപ്പ് ഫാക്ടറിയിൽ ചപ്പൽ ബനാനേക്കാ കാം കർണലേക്ക്, ചെരുപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ലോഗ് മുझे ചമട കാട്ടനെ ദേക്ക് ബഹുത് ആശ്ചര്യചകിത് ഹോത്തെ, ജനങ്ങൾ ഞാൻ ലെതർ കട്ട് ചെയ്യുന്നത് കണ്ട് വളരെയധികം ആശ്ചര്യപ്പെടുകയുണ്ടായി. ചപ്പൽ ബനാനൊക്കെ കാര്യത്തോ അസ്ഥായി ഥി, എന്നാൽ സ്ലിപ്പർ മേക്കിംഗ് വാസ് ടെമ്പററി, അതൊരു ടെമ്പററി ആയിട്ടുള്ള ജോലിയായിരുന്നു. അതെന്താണ്, കാരണം മേരി മൻസിൽ തോ കുച്ച് ഔർ ഹി ഥി, എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ ഡെസ്റ്റിനേഷൻ വാസ് ഡിഫറെൻറ്റ്, എൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു, വ്യത്യസ്തമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതല്ല എൻ്റെ ലക്ഷ്യം വേറെയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതോടുകൂടി വീടിൻ്റെ ബുദ്ധിമുട്ട് ധാരാളം ആയി. അതോടെ ഞാനും എൻ്റെ മുതിർന്ന സഹോദരൻ്റെ ചെരുപ്പ് കമ്പനിയിലേക്ക് ചെരുപ്പ് നിർമ്മാണത്തിന് വേണ്ടി പോയി. അവിടെ ചെരുപ്പ് ചമടയെ കാട്ടണമെന്ന് പറഞ്ഞാൽ ലെതർ കട്ടിങ് കണ്ടിട്ട് ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു.
पढ़ी लिखी न होने के कारण मेरी माँ को हमेशा बहुत कठिनाइयाँ उठानी पड़ी। अत्यंत गरीबी के बावजूद माँ ने हम सब भाई बहनों को पढ़ाया। बेटियों के पढ़ने पर माँ बहुत जोर देती थी। कണ്ടो, पढ़ी लिखी न होने के कारण എൻ്റെ അമ്മ, my mom always had to face many difficulties due to not being education. എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കാരണം ഒരുപാട് കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ പഠിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടെന്ന എൻ്റെ അമ്മ അത്യന്ത ഗരീബിക്ക് ബാവജൂദ് വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നിട്ട് കൂടി മാംനെ ഹം സബ് ഭായി ബഹനോं को पढ़ाया, ഞങ്ങളെല്ലാവരെയും പഠിപ്പിച്ചു. ബേട്ടിയോं के पढ़ने पर माँ बहुत जोर देती थी. പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു എൻ്റെ അമ്മ. മാം ബഹത്ത് സവേരെ ഹി കാം പർ ചലി ജാത്തി ഥി. അമ്മ വളരെ അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വേണ്ടി പോകും. സവേരെ മോർണിംഗ് കാം വർക്ക് ചലി ജാത്തി ഥി. കാം സെ ലൗട്ട്നെ കെ ബാദ് മാം സബ്കോ സാത്ത് ബിഠാക്കർ പൂछती थी. എന്താ, काम से लौटने के बाद ജോലിയിൽ നിന്ന് മടങ്ങി വന്ന് സബ്കോ സാത്ത് ബിഠാക്കർ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് അമ്മ ചോദിക്കുമായിരുന്നു, സ്കൂൾ കാ ഗൃഹകാര്യ കർ ലിയ. എന്താ, ഡൺ സ്കൂൾ ഹോംവർക്ക്, എല്ലാവരും സ്കൂൾ ഹോംവർക്കൊക്കെ ചെയ്തോ? ആജ് കോൺ കോൺ സ്കൂൾ നെഹിം ഗയ, ഇന്ന് ആരെല്ലാം സ്കൂളിൽ പോയിട്ടില്ല? ഹു ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ടുഡേ. ഇതൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു. അതിരാവിലെ അമ്മ എഴുന്നേറ്റ് പോകും. അപ്പം ഞങ്ങൾ ആരൊക്കെ സ്കൂളിൽ പോയി ഇല്ല പഠിക്കുന്നുണ്ടോ ഒന്നും അമ്മയ്ക്കറിയില്ല. കാരണം ഞങ്ങൾ പഠിപ്പിക്കണമെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ അമ്മ ജോലിക്ക് പോയേ മതിയാകും. അതുകൊണ്ട് അതിരാവിലെ അമ്മ ജോലിക്ക് പോകും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഇരുത്തി ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താ, സ്കൂളിലെ ഹോംവർക്കൊക്കെ ചെയ്തോ, ആരൊക്കെ സ്കൂളിൽ പോയിട്ടില്ല മുതലായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. मेरी 3 बड़ी बहनों का वैवाहिक जीवन बहुत ज़्यादा सुखी नहीं था. My 3 older sisters marital life was not very happy. എൻ്റെ 3 യങ്ങർ സിസ്റ്റേഴ്സിൻ്റെയും ഓൾഡർ സിസ്റ്റേഴ്സിൻ്റെയും വിവാഹ ജീവിതം നല്ല സുഖത്തിലൊന്നും ആയിരുന്നില്ല. ഇസീ ദുഃഖ് അവർ കംസോറിക്ക് കാരണം മാം ബീമാർ പട് ഗയി. ഈ സാഡ്നെസ്സും അതുപോലെ തന്നെ വീക്ക്നെസ്സും കാരണം അമ്മ ബീമാർ പട് ഗയി, അമ്മ ഒരു രോഗിയായി മാറി. ഏക് ദിൻ പിതാജീനെ മുജ്സെ കഹ, ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, One day father told me, अब मैं तुम्हें और नहीं पढ़ा सकता. I can't teach you anymore. ഞാൻ നിന്നെ ഒരുപാട് കാലമൊന്നും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ, എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. അതുകൊണ്ട് നീ പഠിത്തം നിർത്തിക്കോളാൻ പറഞ്ഞു. കുറേ ഒന്നും പഠിക്കാനൊന്നും ആഗ്രഹിക്കരുതെന്നൊരു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. ലിസൺ. മാം की बीमारी और तीसरी बहन की शादी, അമ്മയുടെ അസുഖവും അതോടൊപ്പം തന്നെ തീസരി ബഹൻ കി ഷാദി, മൂന്നാമത്തെ സഹോദരിയുടെ വിവാഹവും കൊണ്ട് ഇതിന് ശേഷം മുझे സ്കൂൾ ചോड़ना पड़ा. എനിക്ക് സ്കൂൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അത്രയും ദാരിദ്ര്യമായി തീർന്നു. ഐ ഹാഡ് ടു ഡ്രോപ്പ് ഔട്ട് ഓഫ് സ്കൂൾ ആഫ്റ്റർ മൈ മദേഴ്സ് 6th and 3rd sisters മോർണിംഗ്. അമ്മയുടെ രോഗവും അതുപോലെ തന്നെ മൂന്നാമത്തെ സിസ്റ്ററിൻ്റെ വിവാഹവും എൻ്റെ പഠനം പാടെ നിർത്തലാക്കി. 10वीं की पढ़ाई बीच में छूटने का मुझे बहुत दुख था. എന്താ, 10ാം ക്ലാസ്സിലെ പഠനം പകുതി വെച്ച് നിർത്തിയത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ജിസെ മാം ഭി സമझती थी, അതെൻ്റെ അമ്മയും മനസ്സിലാക്കിയിരുന്നു. मजबूर होने के बावजूद माँ हम दोनों बहनों को ज़िंदगी में कुछ बनाने के लिए हमेशा प्रोत्साहित करती रहती. എന്താണ്, മസ്ബൂർ, ഹെൽപ്ലെസ് ആയിരുന്നിട്ട് കഴിവില്ലാത്തത് എന്നറിഞ്ഞിട്ട് കൂടി ഞങ്ങൾ 3 പേരെയും ഞങ്ങൾ 2 പേരും പഠിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ പഠനത്തിന് വേണ്ടി. അറിയാം അമ്മയ്ക്ക് ഇത് സാധ്യമല്ലാത്ത കാരണമാണ്, എന്നാലും മാക്സിമം അമ്മ ശ്രമിച്ചിരുന്നു. लिसन वंस मोर, रीड विथ मी. 5 बहनों में मैं चौथी हूँ. मेरे माता पिता बहुत सीधे सरल और अनपढ़ थे. पहले मेरे पिताजी की दिल्ली में नई सड़क पर जूतों की दुकान थी. बाद में पिताजी आज़ाद हिंद फौज में भर्ती होकर 4 वर्ष के लिए बर्मा म्यांमार चले गए.
അങ്ങനെ 5 സഹോദരിമാരിൽ 4ാമതായിരുന്നു ലേഖിക. വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു അവരുടെ കുടുംബം. എന്നിരുന്നാലും നല്ല തുറന്ന ചിന്താഗതിക്കാരായിരുന്നു അച്ഛനും അമ്മയും. അങ്ങനെ അച്ഛൻ ഫസ്റ്റ് ഷൂവിൻ്റെ ഷോപ്പായിരുന്നു. അങ്ങനെ ശേഷം അവർക്ക് ആസാദ് ഹിന്ദ് ആർമിയിൽ ജോയിൻ ചെയ്യുകയും 4 വർഷം ബർമയിലേക്ക് പോവുകയും ചെയ്തു, മ്യാൻമറിലേക്ക് പോവുകയും ചെയ്തു. अचानक पिताजी की आंखों की रोशनी चली जाने से हमारे परिवार पर मुसीबतों का पहाड़ टूट पड़ा. परिवार में मैं, छोटा भाई, छोटी बहन और माँ. मैं बेझिझक अपने भाई के चप्पल कारखाने में चप्पल बनाने का काम करने लगी. लोग मुझे चमड़ा काटने देख बहुत आश्चर्यचकित होते थे. चप्पल बनाने के कार्य तो अस्थायी था, मेरी मंजिल तो कुछ और ही थी. അങ്ങനെ പെട്ടെന്നാണ് എൻ്റെ അച്ഛൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. അല്ലെങ്കിലേ കഷ്ടപ്പാടിലായിരുന്നു. അതിലൂടെ പിന്നെ കഷ്ടപ്പാടിനും ദുരിതത്തിനും അതിരില്ലായിരുന്നു. അതായത് മൗണ്ടെയിൻ ഓഫ് ട്രബിൾ, എന്താണ്, മല പോലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. കുടുംബത്തിൽ ഞാനും ചെറിയ സഹോദരനും ചെറിയ സഹോദരിയും അമ്മയും. എന്നാൽ ഇവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്നിലായി. അങ്ങനെ ഞാൻ എൻ്റെ വലിയ സഹോദരൻ്റെ ചെരുപ്പ് കടയിലേക്ക് ജോലിക്ക് പോയി. ഞാൻ എന്താ പറയുക, ലെതർ കട്ടിങ് അല്ലേ, ചമട കാട്ടത്തേക്ക് ലെതർ കട്ട് ചെയ്യുന്നത് കണ്ട് ജനങ്ങളൊക്കെ ആശ്ചര്യത്തോടെ നോക്കി. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു. കാരണം മൈ ഡെസ്റ്റിനേഷൻ വാസ് ഡിഫറെൻറ്റ്. എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് തികച്ചും, എൻ്റെ എയിം എന്ന് പറയുന്നത് തികച്ചും എന്താണ്, വ്യത്യസ്തമായിരുന്നു. പഠി ലിഖി ന ഹോനെ കെ കാരൺ മേരി മാം കോ ഹമേശ ബഹുത് കഠിനായിയാം उड़ानी पड़ी. अत्यंत गरीबी के बावजूद माँ ने हम सब भाई बहनों को पढ़ाया. बेटियों के पढ़ने पर माँ बहुत जोर देती थी. എന്താ പറയുക, പഠിക്കാത്തത് കാരണം എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠനത്തിൽ അമ്മ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ പഠനം, ഞങ്ങൾ പെൺകുട്ടികളുടെ പഠനം. माँ बहुत सवेरे ही काम पर चली जाती थी. काम से लौटने के बाद माँ सबको साथ बिठाकर पूछती थी, स्कूल का गृह कार्य कर लिया, आज कौन कौन स्कूल नहीं गया. മാം ബഹത്ത് എൻ്റെ അമ്മ അതിരാവിലെ ജോലിക്ക് പോകും. അപ്പം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന വിവരമൊന്നും സമയത്തൊന്നും അമ്മ വീട്ടിലുണ്ടാവില്ല. എന്നാൽ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ അമ്മ ചോദിക്കുന്നത് എന്താ, സ്കൂളിലെ കാര്യങ്ങളും സ്കൂളിലെ ഹോംവർക്ക്, ഇന്ന് ആരൊക്കെ സ്കൂളിൽ പോയില്ല മുതലായ കാര്യങ്ങളൊക്കെ അമ്മ അന്വേഷിക്കുമായിരുന്നു. मेरी 3 बड़ी बहनों का वैवाहिक जीवन बहुत ज़्यादा सुखी नहीं था. इसी दुख और कमज़ोरी के कारण माँ बीमार पड़ गई. एक दिन पिताजी ने मुझसे कहा, अब मैं तुम्हें और नहीं പഠാ സക്ത. അമ്മയുടെ ആകെ ഒരു തനിയാണ് ഉണ്ടായിരുന്നത് അമ്മയുടെ ജോലി. അച്ഛൻ്റെ ജോലി ഏതായാലും സ്റ്റോപ്പായിപ്പോയി. മാത്രമല്ല എൻ്റെ വൈവാഹിക ജീവിതം ബഡി ബഹനോക്ക 3 വലിയ ഓൾഡർ സിസ്റ്റേഴ്സിൻ്റെ വിവാഹം കഴിഞ്ഞു. പക്ഷേ അവരുടെ വൈവാഹിക ജീവിതം ദുഃഖമായിരുന്നു, വലിയ സുഖത്തിലൊന്നും ആയിരുന്നില്ല. ഈ ചിന്തയും അച്ഛനെക്കുറിച്ചുള്ള ആലോചനയും എല്ലാം കൂടെയായി അമ്മ എന്തായി, രോഗിയായി മാറി. ദിൻ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് കൂടുതൽ പഠിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാർത്ത കൂടി കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. മാം കി ബീമാരി അവർ തീസരി ബഹൻ കി ഷാദി. അങ്ങനെ അമ്മയുടെ അസുഖവും 3ാമത്തെ സഹോദരിയുടെ വിവാഹം കൂടി ആയപ്പോഴേക്കും മുझे സ്കൂൾ ചോടന പടാ. ഞാൻ സ്കൂൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഉസ് സമയം മേം 10वीं कक्षा में पढ़ रही थी. I was studying 10th grade at that time. ഞാനപ്പോൾ 10th ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 10वीं की पढ़ाई बीच में छूटने का मुझे बहुत दुख हुआ था. 10ാം ക്ലാസ് പകുതി വെച്ച് നിർത്തിയത് എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കി. ജിസെ മാം भी समझती थी. അതെൻ്റെ അമ്മയും മനസ്സിലാക്കിയിരുന്നു. मजबूर होने के बावजूद माम हम दोनों बहनों को ज़िंदगी में कुछ बनने के लिए हमेशा प्रोत्साहित करती रहती थी. എന്താണ്, കഴിവില്ലായിരുന്നിട്ട് കൂടി ഞങ്ങൾ പെൺകുട്ടികളുടെ, ഞങ്ങൾ സഹോദരിമാരുടെ പഠനത്തിലൊക്കെ എൻ്റെ അമ്മ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങളെ വല്ലാതെ എൻകറേജ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ലിസൺ. माम ने एक दिन मुझसे पूछा, वन डे मदर आस्क्ड टू मी, क्या तुम പഠന ചാഹത്തി ഹോ, ഡു യു വാണ്ട് ടു സ്റ്റഡി. അപ്പോൾ എൻ്റെ ആ ദുഃഖം, ഞാൻ വല്ലാതെ ദുഃഖത്തിലായിരുന്നു, അതെൻ്റെ അമ്മ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, മാമിനെ ഏക് ദിൻ മുझसे पूछा, वन डे मदर आस्क्ड टू मी, क्या तुम പഠന ചാഹത്തി ഹോ, ഡു യു വാണ്ട് ടു സ്റ്റഡി. നിനക്ക് പഠിക്കണോ,
എന്നെൻ്റെ അമ്മ എന്നോട് ചോദിച്ചു. മേരെ ഹാം കഹനെ പർ മാം കുച്ച് സോച്ചനെ ലഗി. ഒറ്റയടിക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതല്ലേ, അങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ രണ്ടാമതും ചിന്തിക്കാനില്ല. അതോടെ ഞാൻ പറഞ്ഞു യെസ്. എൻ്റെ യെസ് എന്ന് പറഞ്ഞത് കേട്ടതും മേരെ ഹാം അതെ എന്ന വാക്കിലെ മാം കുച്ച് സോച്ചനെ ലഗി എന്ന അമ്മ എന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് തിങ്കിങ്, ചിന്തിച്ചു. സഹ്സവേ പോലെ. എന്നാലും പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അരേ ഉസ്കാ ക്യാ നാം ഹേ ജിസ്മേ സ്കൂൾ നെഹീ ജാനാ പഡ്താ. എന്താ അതിന് പറയുക? അമ്മയ്ക്ക് അറിയില്ല, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. ഉസ്കാ ക്യാ നാം ഹേ, എന്താ അപ്പം അതിന് പറയുക? ജിസ്മേ സ്കൂൾ നെഹീ ജാനാ പഡ്താ, അതിന് സ്കൂളിലൊന്നും പോകണ്ട. ഗർ ബൈഠ്കർ ഹി പരീക്ഷ ദേത്തെ ഥേ, വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതുമല്ലോ, അതിനെന്തോ ഒരു പേര് പറയുമല്ലോ, അതെന്താണെന്ന് ചോദിച്ചു അമ്മ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പത്രാചാർ. മേരെ മുഹ് സേ നിക്കാല. പത്രാചാർ, കറസ്പോണ്ടൻസ്. എന്താ, വീട്ടിലിരുന്ന് പഠിക്കുക, ഡിസ്റ്റൻസായിട്ട് വീട്ടിലിരുന്ന് പഠിച്ച എക്സാം എഴുതുന്നതിനാണ് പറയുക കറസ്പോണ്ടൻസ് കോഴ്സ് പത്രാചാർ. മേരെ മുഹ് സേ നിക്കാല, പെട്ടെന്ന് തന്നെ എൻ്റെ വായിൽ നിന്ന് വന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതാണ്. ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. പഠനം പകുതിയിൽ വെച്ച്, 10ാം ക്ലാസ്സിലെ പഠനം പകുതിയിൽ വെച്ച് സ്റ്റോപ്പായി പോയത്. ആരത് മനസ്സിലാക്കി? അമ്മ അത് മനസ്സിലാക്കി. അതാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് പഠിക്കണോ? രണ്ടാമതൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഉടനെ ഞാൻ പറഞ്ഞു അതെ, യെസ്. എൻ്റെ യെസ് എന്ന് പറഞ്ഞത് കേട്ടത് അമ്മ ഒന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, എന്താ അപ്പം അതിനൊരു പേര് പറയുമല്ലോ, വീട്ടിലിരുന്ന് പഠിച്ച് എക്സാം എഴുതുന്നതിനൊരു പേരുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിയാണ്, പത്രാചാർ. മേരെ മുഹ് സേ നിക്കാല, പെട്ടെന്ന് തന്നെ എൻ്റെ വായിൽ നിന്ന് വന്നു. വഹി തോ മാംനെ ഹാമി വരെ. ശരി, അതന്നെ, അതാ ഞാൻ പറഞ്ഞത്. മേം സോച്ചനെ ലഗി, ഞാൻ ചിന്തിച്ചു. മുझे इस बारे में क्यों नहीं सोचा, why didn't I think of it. എന്തുകൊണ്ട് ഞാനിത് ചിന്തിച്ചില്ല? ഇത്രയും വിഷമിച്ചിരിക്കുക പഠിക്കാത്തതിനെ കുറിച്ചുള്ള ആ ഒരു സങ്കടത്തിലിരുന്നിട്ടും എന്തുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഓർമ്മ വന്നില്ല എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇസ് തരഹ് മാംനെ മുझे സഹി രാസ്ത ദിഖായ. ഇപ്രകാരം എൻ്റെ അമ്മ എനിക്ക് നല്ല വഴി കാണിച്ചു തന്നു. ആകെ കാ രാസ്ത മുझे ഹി ഖോജ്നാ ഹേ, മുന്നോട്ടുള്ള വഴി ഞാനാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ സ്റ്റെപ്പ് വെക്കാൻ, പുതിയൊരു വഴിയിലേക്കുള്ള ആ ഒരു സ്റ്റെപ്പ് എൻ്റെ അമ്മയാണ് എനിക്ക് കാണിച്ചത്. ഒരു പക്ഷേ അന്ന് എൻ്റെ അമ്മ അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാൻ ആവുമായിരുന്നില്ല. അപ്പം അത്രയും കഷ്ടപ്പാട്, ഒരിക്കലും അങ്ങനെ ഒരു കഷ്ടപ്പാടൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്നിട്ടും അവിടുന്നും ഉയർന്ന് പഠിച്ച് വന്ന് നല്ല നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോരുത്തർക്കും അതിന് പറ്റും. ബുദ്ധിയില്ലാത്ത ഒരു കുഴപ്പം നമുക്ക് ആർക്കുമില്ല. ഈശ്വരൻ അത് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നേടിയെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ വാതിലുകളും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ. കുദരത്ത് കാ സാരാ കുछ സബ്കേ ലിയേ ഖുലാ ഹേ, എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുന്നുണ്ടാവും, വീണ്ടും വീണ്ടും ടീച്ചർ തന്നെ പറയുകയാണല്ലോ. ഇത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് എല്ലാ വഴികളും നിങ്ങൾക്ക് തുറന്നിട്ടിട്ടുണ്ട്. ആ വഴികൾ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് മുന്നിൽ അടച്ചിട്ടില്ല. അത് ദൈവം എല്ലാം നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. അതെല്ലാം തിരഞ്ഞ് കണ്ടുപിടിച്ച് ഏത് വഴിയിലൂടെയാണ് നല്ല വഴി തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ തികച്ചും സ്റ്റോപ്പായിപ്പോയ എൻ്റെ പഠനം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചത് എൻ്റെ അമ്മയാണ്. ഒരുപക്ഷെ അന്ന് ആ പത്രാചാർ, കറസ്പോണ്ടൻസിനെ കുറിച്ച് എൻ്റെ അമ്മ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ എനിക്ക് പഠിക്കാൻ സാധിക്കില്ലായിരുന്നു. पढ़ाई के लिए पैसों की ज़रूरत थी. पैसों का इंतज़ाम करने के लिए मैंने अखबार में नौकरी के विज्ञापन पढ़कर आवेदन भेजने आरंभ किए. शायद मेरे बड़े भाई मुझे आगे पढ़ना नहीं देखना चाहते थे. उन्होंने मुझे रोकने की हर संभव कोशिश की, लेकिन मैंने हार नहीं मानी. പഠായി കേലിയെ പൈസോം കി ജറൂരത്ത് ഹി. അങ്ങനെ പഠിക്കാൻ വേണ്ടി പണം ആവശ്യമാണ്. വെറുതെ വീട്ടിലിരുന്നാൽ പോലെ എക്സാം ഫീസ് അടക്കണം, ബുക്കിനൊക്കെ അടക്കണം അല്ലേ. അപ്പോൾ അതിന് പൈസ ആവശ്യമായിട്ട് മണി വാസ് നീഡഡ് ഫോർ സ്റ്റഡീസ്. പൈസ ഇന്തിസാം കർണേ കേലിയെ, അപ്പോൾ പൈസക്ക് വേണ്ടി അതിനൊരു അറേഞ്ച് ചെയ്യാൻ വേണ്ടി, മണി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മേനെ അഖ്ബാർ മേ നൗക്കരിക്ക് വിജ്ഞാപൻ പഠിക്കർ, ന്യൂസ് പേപ്പറിലെ ജോലിയുടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വായിച്ചിട്ട് ആവേദൻ ഭേജന ആരംഭിക്കുക, ആപ്ലിക്കേഷൻ അയക്കാൻ ആരംഭിച്ചു. എന്ത് വേണമെങ്കിലും അയക്കാമല്ലോ. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ എല്ലാത്തിനും ആപ്ലിക്കേഷൻ അയച്ചാൽ
ഒരു പക്ഷേ കിട്ടും. അങ്ങനെ ഷായദ് മേ ബി മേരെ ബഡേ ഭായി മുझे ആകെ പഠന नहीं देखना चाहता थे. എൻ്റെ വലിയ സഹോദരനെ ഞാൻ തുടർന്ന് പഠിക്കുന്നതിൽ വലിയ ആഗ്രഹമില്ലായിരുന്നു, ഇഷ്ടമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു. ഉനേനെ മുझे रोकने का हर संभव कोशिश, എന്നെ തടയാനുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. കോശിഷ് കാരണം ട്രൈ ചെയ്യുക. ലേക്കിൻ മേനെ ഹാർ नहीं मानी बट आई डिडंट गिव अप. എന്നാൽ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അവർ പറഞ്ഞ ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ വലിയ ആവശ്യമെന്ന് പറയുന്നത് പഠനമായിരുന്നു. അതിനെ തടസ്സപ്പെടുത്താൻ എൻ്റെ സ്വന്തം സഹോദരൻ ശ്രമിച്ചു, എന്നിട്ട് ഞാനതിനെ വഴങ്ങിക്കൊടുത്തില്ല. അപ്പോൾ എല്ലാവരും ഇത്രയും നന്നായിട്ട് വായിക്കുക, 5 ടൈംസെങ്കിലും വായിക്കുക. പിന്നെ നന്നായിട്ട് വായിച്ചിട്ട് അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. ടുഡേ ദാറ്റ്സ് ഇനഫ്. ദ റെസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു. സി യു നെക്സ്റ്റ് ക്ലാസ്.